ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ടാവും ഇതൊരു കുക്കിംഗ് ചാനലാണോ എന്ന്. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാത്തിൻ്റെയും കൂടി ഒരു മിക്സാണ്. അതിലെല്ലാം ഉണ്ട് DIYs, ഓർഗനൈസിങ്, ക്രാഫ്റ്റ്, ബ്യൂട്ടി, കുക്കിംഗ്, അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടി ഒരു മിക്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കും അത് ഇഷ്ടമല്ലേ? അപ്പോൾ കുക്കിങ്ങിൽ അത്ര വലിയ എക്സ്പേർട്ടൊന്നുമല്ല കേട്ടോ ഞാൻ. അത്യാവശ്യം ഒക്കെ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള സിമ്പിൾ ഡിഷസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ അതേപോലെ സിമ്പിളായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ മുട്ട പൊരിക്കാറുണ്ടല്ലോ, കുത്തി പൊരിക്കാറുണ്ടല്ലോ, അപ്പോൾ അതിൽ ചെറുതായിട്ടൊരു മാറ്റം വരുത്തുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണെന്ന്. വളരെ സിമ്പിളാണ്, ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. എൻ്റെ മോളൊക്കെ ഇതുണ്ടെങ്കിൽ കുറേ ചോറുണ്ണും, അപ്പോൾ അത്ര ഇഷ്ടമാണ് അവൾക്ക്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഒരു സവോളയാണിത്, ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവോള ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ ഒരു ഹാഫ് തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ എടുത്തിരിക്കുന്നത് ഒരു പച്ചമുളകാണ്. അപ്പോൾ എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ എടുക്കാം കേട്ടോ. പിന്നെ എടുത്തിരിക്കുന്നത് വേപ്പില. അപ്പോൾ ഞാനൊരു ടിപ്പ് പറയാണ്, നമ്മൾ വേപ്പിലയൊക്കെ ഇതേപോലെ അതിൻ്റെ കൊമ്പുമെന്ന് അടർത്തിയിട്ട് കഴുകി വൃത്തിയാക്കി ഒന്ന് ഉണക്കിയിട്ട് ഇതേപോലെ എടുത്തു വെക്കുകയാണെങ്കിൽ കുറേ നാൾ ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ. നമ്മൾ സാധാരണ വെക്കുന്നതിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ നാൾ ഫ്രഷ് ആയിട്ടിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. പിന്നെ 4 മുട്ടയും കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്തിരിയും ഉപ്പ് ചേർക്കാണ് ഞാൻ, നന്നായി പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. നന്നായി ഇളക്കി കൊടുക്കുക. ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ, ബ്രൗൺ കളർ മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് തക്കാളിയും പച്ചമുളകും വേപ്പിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കുക. നല്ല തക്കാളിയൊക്കെ നന്നായി വെന്തുടയട്ടെ. അപ്പോൾ ഇതേപോലെ നന്നായി വഴറ്റിയെടുക്കുക, അടിയിൽ പിടിക്കാണ്ട് നോക്കാം കേട്ടോ. നന്നായി വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും പൊടികളാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. തീ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് നന്നായി ഇളക്കുക, അതിൻ്റെ പച്ചമണം പോകുന്നവരെ നന്നായിട്ട് ഇളക്കുക. അപ്പോൾ ഞാൻ മുട്ട നന്നായി അടിച്ചിട്ട് ഫോർക്ക് വെച്ച് അടിച്ച് നന്നായി അടിച്ച് വെച്ചിട്ടുണ്ട്. പൊടികളൊക്കെ ചൂടായി കഴിഞ്ഞാൽ നമുക്കിത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാളയും തക്കാളിയൊക്കെ നന്നായി വഴറ്റി നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു. അതും പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഉപ്പ് നോക്കിയപ്പോൾ അതിൽ ഇത്തിരി ഉപ്പ് കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ മുട്ടയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. മുട്ടയിൽ വേറെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പം ഞാൻ മുട്ടയും കൂടി ഇതിൽ ഒഴിക്കുകയാണ്. മുട്ട ഒഴിച്ചാൽ അപ്പം തന്നെ ഇളക്കരുത് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, അതൊന്ന് ഇതാവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതേപോലെ പതുക്കെ ഇളക്കി കൊടുക്കുക. നമ്മൾ മുട്ട കുത്തിപ്പൊരിക്കുന്ന പോലെ നന്നായിട്ട് അങ്ങോട്ട് കുത്തിപ്പൊരിക്കരുത്. വെറുതെ ഇതേപോലെ പതുക്കെ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. കുറച്ച് വലിയ പീസായിട്ട് എടുക്കാനാണ്, അപ്പോഴാണ് അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതേപോലെ ഇളക്കി കൊടുക്കുക. പതുക്കെ ഇളക്കി നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ കുക്കിംഗ് വീഡിയോ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ സിമ്പിളല്ലേ ഉണ്ടാക്കാനായിട്ട്. നിങ്ങൾ കുറേ പേരൊക്കെ ചെയ്യുന്നതായിരിക്കും ഇത്, എന്നാലും അറിയാത്തവരുണ്ടായിരിക്കുമല്ലോ. കുറേ പേരൊക്കെ അറിയാത്തവരുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടി ഉപകാരപ്പെടും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വിഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
പിന്നെ നിങ്ങളുടെ സജഷൻസും മറ്റുമൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വിട്ടുപോകരുത്. വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. താഴെ റെഡ് കളർ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുണ്ട്, അത് വേഗം ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ കേട്ടോ. തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ കൂടിയുണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബായ്.